നമസ്കാരം. നമുക്ക് ഏറെ സുപരിചിതമായ ഒരു പക്ഷിയെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം. മനുഷ്യരുമായി ഏറ്റവും അടുത്തിടപെടുന്ന പക്ഷിയാണ് കാക്ക. ബുദ്ധിശക്തിയിൽ ആൾക്കുരങ്ങുകളോട് മത്സരിക്കുന്ന കാക്കകൾ ഒന്നാന്തരം സൂത്രശാലികളും സമർത്ഥരുമാണ്. നിരവധി തരം കാക്കകൾ ഉണ്ടെങ്കിലും കേരളത്തിൽ 2 തരം കാക്കകളേ ഉള്ളൂ. അതായത് പേനക്കാക്കയും ബലിക്കാക്കയും. കഴുത്തും നെഞ്ചും ചാരനിറത്തിലുള്ള പേനക്കാക്ക, കാവതിക്കാക്ക എന്നൊക്കെ വിളിപ്പേരുള്ള കാക്കയുടെ ശാസ്ത്രനാമം കോർവസ് പ്ലൻഡൻസ് എന്നാണ്. ഇവയുടെ മുഖം, താടി, തൊണ്ട എന്നിവയും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളും കറുപ്പ് നിറമാണ്. എന്നാൽ ബലിക്കാക്കയ്ക്ക് നല്ല കറുപ്പ് നിറവും അല്പ വലുപ്പവുമുണ്ട്. കോർവസ് മാക്രോറിംഗസ് എന്നാണ് അവയുടെ ശാസ്ത്രനാമം. പരിസരം സൂക്ഷ്മമായി ശ്രദ്ധിക്കാറുള്ള കാക്ക എപ്പോഴും കണ്ണുകൾ ചുഴറ്റിക്കൊണ്ടിരിക്കും. അത് കാണുമ്പോൾ കാക്കയ്ക്ക് കോങ്കണ്ണുണ്ടോ എന്ന് നമ്മൾ സംശയിക്കും. എന്നാൽ കാക്ക ഒറ്റക്കണ്ണനുമല്ല, കോങ്കണ്ണനുമല്ല. സമൂഹ ജീവിതം നയിക്കുന്നതിനാലും സ്വഭാവത്തിൽ വ്യത്യാസമില്ലാത്തതിനാലും ബലിക്കാക്കയും പേനക്കാക്കയും ഒരു ജാതിയിലെ പൂവനും പിടയുമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ടെന്ന് പക്ഷി നിരീക്ഷകനായ ഇന്ദുചൂടൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കോർവസ് ജനുസിൽപ്പെട്ട കാക്കകൾ മധ്യേഷ്യയിൽ പരിണമിച്ചുണ്ടായതെന്നും പിന്നീട് കപ്പൽ സഞ്ചാരങ്ങൾ ആരംഭിച്ചതോടെ ഭൂഖണ്ഡങ്ങൾ കടന്ന് എല്ലായിടങ്ങളിലും എത്തിയെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഒന്നാന്തരം മിശ്രഭുക്കുകളാണ് കാക്കകൾ. തിരിഞ്ഞു കടിക്കാത്ത എന്തിനേയും ഏതിനേയും കഴിക്കും എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് കാക്കകളും. ഇന്നതേ കഴിക്കൂ എന്നൊന്നുമില്ല, എന്തും തിന്നും. മാത്രമല്ല, ആവശ്യം കഴിഞ്ഞുള്ള ഭക്ഷണം തന്ത്രപരമായി ഒളിവിടങ്ങളിൽ സൂക്ഷിച്ചു വെക്കുന്ന ശീലവും അവർക്കുണ്ട്. അറിഞ്ഞും അറിയാതെയും മനുഷ്യർ ഉപേക്ഷിക്കുന്ന മാലിന്യങ്ങളെ ഭക്ഷണമാക്കി പരിസരം ശുചിയാക്കുന്നതിനൊപ്പം കാക്കകൾ സ്വയം വൃത്തിയാകുകയും ചെയ്യും. നിത്യേനയുള്ള കുളിയും തൂവലുകൾ കോതി ഒതുക്കലും ഒക്കെ കാക്കകൾക്കിടയിൽ സർവ്വസാധാരണമാണ്. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് പേനക്കാക്ക കുളിക്കുന്നത്. എന്നാൽ ബലിക്കാക്കകൾ ചെറിയ പാത്രങ്ങളിരിക്കുന്ന വെള്ളത്തിലും വെള്ളം ഇറ്റി വീഴുന്ന ടാപ്പുകൾക്ക് കീഴിൽ നിന്നും കുളിക്കാറുണ്ട്. ചിറകും ചുണ്ടും ഉപയോഗിച്ച് വെള്ളം പല പ്രാവശ്യം തെറിപ്പിച്ചാണ് ഇവ കുളിക്കാറുള്ളത്. പേനക്കാക്കകൾ കൂട്ടമായും ബലിക്കാക്കകൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഇണകളുമായിട്ടാണ് കുളിക്കാനെത്തുക. ആഹാരം തേടുന്നതും അന്തിക്ക് ചേക്കേറുന്നതും കൂട്ടമായാണ്. 7-8 ചതുരശ്ര കിലോമീറ്ററോളം വിസ്താരത്തിൽ ഇരതേടി സഞ്ചരിക്കുന്ന കാക്കക്കൂട്ടങ്ങളിൽ 200 മുതൽ ആയിരക്കണക്കിന് അംഗങ്ങൾ വരെ ഉണ്ടാകാം. പകൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉചിതമായ സ്ഥലത്ത്, അതായത് ഏതെങ്കിലും മരക്കൊമ്പിലോ ഇലക്ട്രിക് കമ്പികളിലോ മൈതാനത്തോ വന്നിരുന്ന് കശപിശ സമ്മേളനം നടത്താറുണ്ട്. സമ്മേളനം തീർന്ന് നേരം ഇരുട്ടിയാലും കാക്ക സമ്മേളനത്തിന്റെ അലയൊലികൾ നമുക്ക് കേൾക്കാനാകും. കാക്കകൾ സമൂഹ ജീവിയാണെങ്കിലും കൂട് കെട്ടുന്ന സമയത്ത് ഇവർ ഏകാന്തപതികരാകും. കൂട്ടത്തിൽ നിന്ന് വിട്ട് തനിച്ച് കൂട് കെട്ടും. കാക്കക്കൂടുകൾക്ക് പ്രത്യേകിച്ചൊരു ആകൃതിയോ രൂപം ഉണ്ടാകില്ല. ഈവന്റ് മാനേജ്മെന്റ് പോലെ കൂട് കെട്ടുന്ന സ്ഥലത്ത് സമർത്ഥമായി കിട്ടുന്ന ചുള്ളികളോ കമ്പികളോ ഉപയോഗിച്ചാണ് ഇവ കൂട് നിർമ്മിക്കുന്നത്. പരുക്കൻ കൂടാണ് നിർമ്മിക്കുന്നതെങ്കിലും മുട്ടയും കുഞ്ഞുങ്ങളും കിടക്കേണ്ട സ്ഥാനത്ത് നാരുകൾ, രോമം, കീറത്തുണി എന്നിവ ഉപയോഗിച്ച് പതുപതുപ്പുള്ള മെത്തയുണ്ടാക്കും. കാക്കകളുടെ പ്രജനനകാലം ഡിസംബർ മുതൽ ജൂൺ വരെയാണ്. 3 മുതൽ 9 മുട്ടകൾ വരെ ഇടും. നീല നിറത്തിലുള്ള മുട്ടകൾക്ക് മുകളിൽ തവിട്ട് നിറത്തിലുള്ള വരയും കുറിയും കാണാം. കുയിലിന്റെ മുട്ടകളും ഇതിന് സമാനമായതിനാൽ കൂട്ടത്തിൽ കിടക്കുന്ന കുയിൽ മുട്ടകളെ കാക്കകൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഈ സാധ്യത ഉപയോഗപ്പെടുത്തിയാണ് കുയിലുകൾ കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്നത്. പെൺകാക്കകൾ 3 വർഷം കൊണ്ടും ആൺകാക്കകൾ 5 വർഷം കൊണ്ടും പ്രായപൂർത്തിയാകും. കുഞ്ഞുങ്ങളിൽ സീനിയേഴ്സ്, അതായത് തൊട്ടു മുമ്പ് വിരിഞ്ഞിറങ്ങിയവർ, കൂട് കെട്ടാനും കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാനും മാതാപിതാക്കളെ സഹായിക്കും. വിരിഞ്ഞിറങ്ങുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് പറക്കമുറ്റിയാലും മാസങ്ങളോളം സ്നേഹവും കരുതലും പരിലാളനവും ഒക്കെ വേണ്ടുവോളം കാക്ക കുടുംബം നൽകും. 20 വർഷമാണ് കാക്കകളുടെ ആയുസ്. നമുക്കറിയാം, ഭൂമിയിൽ മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവിയാണ് ചിമ്പൻസി. എന്നാൽ അടുത്ത കാലം നടത്തിയ ചില പഠനങ്ങൾ പറയുന്നത് ബുദ്ധിയുടെ കാര്യത്തിൽ ചിമ്പൻസിക്കൊപ്പം കാക്കയും എത്തുമെന്നാണ്. പഴയൊരു കഥ, അതായത് നമുക്കൊക്കെ സുപരിചിതമായ ഈസോപ്പ് കഥയിലെ കാക്കയുടെ കഥ അതിനെ ശരിയും വയ്ക്കുന്നുണ്ട്. ദാഹിച്ചു വലഞ്ഞ കാക്ക മൺകുടത്തിന്റെ അടിത്തട്ടിലുള്ള ഇത്തിരി വെള്ളം കണ്ട് ചെറിയ കല്ലുകൾ കുത്തി കുടത്തിലിട്ട് ജലനിരപ്പ് ഉയർത്തി വെള്ളം കുടിച്ച കഥ. ആവശ്യമാണ് കണ്ടുപിടുത്തത്തിന്റെ മാതാവ് എന്ന ഗുണപാഠം പറഞ്ഞിരുന്ന ഈസോപ്പ് കഥയിലെ കാക്ക വലിയ ബുദ്ധിശാലി എന്നാണ് സമീപകാല പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. ശരീര വലിപ്പവുമായി തട്ടിച്ചു നോക്കുമ്പോൾ വലിയ തലച്ചോറാണ് കാക്കയ്ക്കുള്ളത്. 1, 2, 3 അങ്ങനെ 5 വരെ അക്കങ്ങൾ ഓർമ്മിക്കാനും എണ്ണാനും കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. തെക്ക് പടിഞ്ഞാറൻ ശാന്തസമുദ്രത്തിലെ ന്യൂ കാലിഡോണിയയിലുള്ള കാക്കകളാണ് പക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച ബുദ്ധിശക്തി പ്രകടിപ്പിക്കുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ചില്ലിക്കമ്പുകൾ മുറിച്ചെടുത്ത് ഇലകൾ നീക്കം ചെയ്ത് നീളം കമ്പുകൾ കടിച്ചു പിടിച്ച് മരംകൊത്തികളില്ലാത്ത ആ നാട്ടിലെ മരപ്പൊത്തുകൾക്കുള്ളിലെ ചെറുദ്വാരങ്ങളിൽ നിന്ന് പുഴുക്കളെയും പ്രാണികളെയും കുത്തി ഇളക്കിയെടുത്ത് കഴിക്കാൻ അവർക്ക് കഴിയുമത്രേ. അതുപോലെ ഒരു ഉപകരണം ഉപയോഗിച്ച് മറ്റൊന്നുണ്ടാക്കി അതുപയോഗിച്ച് തീറ്റ സമ്പാദിക്കുന്ന കൂടുതൽ സങ്കീർണമായ മെറ്റാടൂൾ രീതിയും ഇവയ്ക്ക് വഴങ്ങുമെന്നാണ് പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ളത്. ഇടുങ്ങിയ ഗ്ലാസ് പാളികൾക്കിടയിൽ വച്ചിട്ടുള്ള മാംസകഷ്ണത്തെ എടുക്കണമെങ്കിൽ നീളമുള്ള ഒരു കമ്പ് വേണം. അതിനെ കണ്ണാടിക്കൂട്ടിന് സമീപം വെച്ചിട്ടുണ്ട്. അത് താഴെ വീഴണമെങ്കിൽ അതിന്റെ മേൽ 3 കല്ലുകൾ ഇടണം. കല്ലുകൾ വച്ചിരിക്കുന്നത് കാക്കയുടെ ചുണ്ടുകൊണ്ടെടുക്കാൻ പറ്റാത്ത അഴിക്കുള്ളിലാണ്. ചെറിയൊരു കമ്പുണ്ടെങ്കിലേ കല്ലുകൾ എടുക്കാൻ പറ്റുകയുള്ളൂ. അതിനു പറ്റിയ ഒരു കമ്പ് തൊട്ടടുത്ത് ഒരു കയറിൽ കുടുക്കിയിട്ടിട്ടുണ്ട്. എല്ലാം ഒരു പ്രാവശ്യം നോക്കിയ ശേഷം കാക്ക പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കുന്നത് നമുക്ക് കാണാം. കയറിൽ കുടുക്കിയിട്ട ചെറിയ കമ്പഴിച്ചെടുത്ത്
അതുപയോഗിച്ച് കല്ലുകൾ എടുത്തിട്ട് വലിയ കമ്പ് കൂടിൽ നിന്നും എടുത്ത് ആ നീളൻ കമ്പ് കൊണ്ട് ഗ്ലാസ് പാളികൾക്കിടയിൽ നിന്നും ഇറച്ചി കഷ്ണം എടുത്ത് കഴിച്ചു. ഇന്ന രീതിയിൽ ചെയ്താലേ ഇറച്ചി കഷ്ണം എടുക്കാൻ കഴിയൂ എന്ന് ഒരു ട്രയൽ ആൻഡ് എറർ രീതി, അതായത് പരീക്ഷിക്കുകയും പിഴയ്ക്കുകയും ഒടുവിൽ ശരിയാകുകയും ചെയ്യുന്ന രീതി സ്വീകരിക്കാതെ മാംസ കഷ്ണം എടുക്കാൻ കാക്കയ്ക്ക് സാധിച്ചു. അതുകൊണ്ടാണ് കാക്കയുടെ ബുദ്ധി ആൾക്കുരങ്ങനെ വെല്ലുന്നതാണെന്ന് പറഞ്ഞത്. പരിണാമ ശൃംഖലയിൽ സസ്തനിക്ക് താഴെയായിരുന്നിട്ടും സസ്തനികളിലെ ഉയർന്ന വിഭാഗമായ ആൾക്കുരങ്ങോളം പോന്ന ഈ ബുദ്ധിശക്തിക്ക് അടിസ്ഥാനം വികാസം പ്രാപിച്ച അവരുടെ തലച്ചോറാണ്. കാഴ്ചകളെയും വ്യക്തികളെയും ഓർത്തു വെക്കുന്നതിലുള്ള അസാമാന്യ കഴിവും കൂട്ടത്തിലെ ഒരു കാക്കയ്ക്കോ കുഞ്ഞിനോ അപകടം പിണഞ്ഞാൽ ഇവ സംഘമായി ശബ്ദമുണ്ടാക്കി പ്രതികരിക്കുന്നതും കുഞ്ഞുങ്ങളെ അപായപ്പെടുത്തിയ ആളുകളെ എത്ര വലിയ ജനക്കൂട്ടത്തിൽ നിന്ന് മുഖം കണ്ട് തിരിച്ചറിയുന്നതിനൊപ്പം ആക്രമിക്കുന്നതിനും ഒക്കെ തലച്ചോറിലെ സങ്കീർണമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന വികാസം പ്രാപിച്ച ഹിപ്പോ ക്യാമ്പസിന്റെയും അമിഗ്ഡാലയുടെയും പ്രവർത്തനം കൊണ്ടാണ്. കുടുംബാംഗങ്ങളോട് മൃദുവായും കൂട്ടത്തിലെ മറ്റംഗങ്ങളോട് ഒച്ചയിലും ശബ്ദമുണ്ടാക്കി പ്രതികരിക്കുന്ന കാക്കകൾക്ക് ഐതിഹ്യത്തിലും വിശ്വാസങ്ങളിലും നിറഞ്ഞ സ്ഥാനമുണ്ട്. ബലിക്കാക്കകൾ മരിച്ചുപോയ കാരണവന്മാരുടെയും പിതൃക്കളുടെയും ആത്മാവാണെന്ന് വിശ്വസിക്കുന്നവർ നമുക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് ശ്രാദ്ധങ്ങളിലും മരണാനന്തര ചടങ്ങുകളിലും അവർക്ക് ചോറ് കൊടുക്കുന്നത്. ബലിതർപ്പണം ചെയ്യുന്ന ഇടങ്ങളിൽ നനഞ്ഞ കൈകൾ കൊണ്ട് കൊട്ടുമ്പോൾ കാക്കകൾ പറന്നെടുക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ആ സമയത്ത് കാക്കകൾക്ക് ദിവ്യ പരിവേഷം കിട്ടുമെങ്കിലും മറ്റുള്ള സന്ദർഭങ്ങളിൽ അവയുടെ സാമീപ്യമോ ശബ്ദമോ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല. മാത്രമല്ല ശുഭവേളകളിൽ കാക്കകളെ കാണുന്നത് നല്ലതല്ലെന്ന് കരുതുന്നവരും നമുക്കിടയിലുണ്ട്. രാമായണത്തിലുമുണ്ട് കാക്കകളെ കുറിച്ചുള്ള പരാമർശം. ശ്രീരാമൻ ചിത്രകൂടത്തിൽ സീതാദേവിയുടെ മടിയിൽ തലവച്ചുറങ്ങുമ്പോൾ ഇന്ദ്രപുത്രനായ ജയന്തൻ കാക്കയുടെ രൂപത്തിൽ വന്ന് സീതയെ കൊത്തി മുറിവേൽപ്പിച്ചത്രേ. ഉറക്കം കഴിഞ്ഞുണർന്ന ശ്രീരാമൻ ചോരയൊലിച്ചു നിൽക്കുന്ന സീതയിൽ നിന്ന് കാര്യം മനസ്സിലാക്കി പുല്ലുപറിച്ച് കാക്കയുടെ നേർക്കെറിഞ്ഞെന്നും അത് കണ്ണിൽ തറച്ച് ഒരു ഭാഗത്തെ കാഴ്ച പോയെന്നുമാണ് വിശ്വാസം. അതുകൊണ്ടാണ് അടുക്കളയുടെ പിന്നാമ്പുറത്ത് വന്നിരുന്ന് ചാഞ്ഞും ചെരിഞ്ഞും നോക്കുന്ന കാക്കയ്ക്ക് ഒരു കണ്ണിന് കാഴ്ചയില്ലെന്ന് നമുക്ക് തോന്നുന്നത്. മാത്രമല്ല ഒറ്റ കാക്ക കുളിക്കുന്നത് കണ്ടാൽ അപകടമെന്നോ വാഴക്കയിൽ വന്നിരുന്ന് കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരുമെന്നോ ഒക്കെയുള്ള വിശ്വാസങ്ങൾക്ക് ഒരു കാലത്ത് നമ്മുടെയൊക്കെ നാട്ടിൽ നല്ല പ്രചാരമുണ്ടായിരുന്നു. പഴഞ്ചൊല്ലുകളിലുമുണ്ട് കാക്കകൾക്ക് മുന്തിയ സ്ഥാനം. കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ, കാക്ക കണ്ടറിയും കൊക്കു കൊണ്ടറിയും, കാക്ക മലർന്നു പറക്കില്ല, അരിയെറിഞ്ഞാൽ 1000 കാക്ക, ആലിൻ പഴം പഴുത്തപ്പോൾ കാക്കയ്ക്ക് വാപ്പുണ്ട് തുടങ്ങിയവയൊക്കെയാണ് അതിൽ ചിലത്. കാക്കകളെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.